നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് ബയേൺ മ്യൂണിക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. 2-നെതിരെ 9 ഗോളുകൾക്കാണ് ഡൈനാമോ സാഗ്രെബിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തിളങ്ങിയത് ഹാരി കെയ്നാണ്. 4 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഫ്രഞ്ച് സൂപ്പർ താരമായ ഒലീസ് ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. ഗൊറേരോ, സാനെ, ഗോറസ്ക എന്നിവർ ഈ മത്സരത്തിൽ ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ജമാൽ മുസിയാല, ജോഷുവ കിമ്മിച്ച് എന്നിവർ 2 വീതം അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തിളങ്ങിയ ഒരു മത്സരമാണ് ഇത്. ഏതായാലും ഹാരി കെയ്നിൻ്റെ ഒരു പ്രകടന മികവ് എടുത്തു പറയേണ്ടതാണ്. അവസാനമായി കളിച്ച 2 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ പങ്കാളിത്തങ്ങളാണ് ഹാരി കെയ്ൻ വഹിച്ചിട്ടുള്ളത്. ഡൈനാമോ സാഗ്രെബിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം 4 ഗോളുകൾ നേടി. അതിൽ 3 ഗോളുകൾ പെനാൽറ്റി ആയിരുന്നു. അതുപോലെ തന്നെ അതിന് മുൻപ് ബൂണ്ടസ് ലീഗയിൽ നടന്ന മത്സരത്തിൽ കീലിനെതിരെ 3 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു. അങ്ങനെയാണ് 2 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ആകെ 7 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ 4 ഗോളുകളും പെനാൽറ്റി ആയിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതിനു മുൻപ് ഇംഗ്ലണ്ടിന് വേണ്ടി ഫിൻലാൻഡിനെതിരെ ഒരു മത്സരം ഹാരി കെയ്ൻ കളിച്ചിരുന്നു. അന്ന് ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഗോളടിച്ച് തിമിർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബുണ്ടസ് ലീഗയിൽ 3 മത്സരങ്ങൾ കളിച്ച താരം 4 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല നിരവധി റെക്കോർഡുകൾ അദ്ദേഹം സമീപകാലത്ത് സ്വന്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ഇംഗ്ലീഷ് താരം എന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ ഹാരി കെയ്ൻ സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ഇംഗ്ലീഷ് ഇതിഹാസമായ വെയിൻ റൂണിയെയാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത്. 31 UCL ഗോളുകളാണ് ഹാരി കെയ്ൻ നേടിയിട്ടുള്ളത്. കൂടാതെ ബയേണിന് വേണ്ടി 50 ഗോളുകൾ പൂർത്തിയാക്കാനും ഹാരി കെയ്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മികച്ച ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.